ഹോളിഡേ ആയിട്ട് നമ്മൾ ഫാമിലിക്ക് ആയിട്ട് ഇവിടെ മംസാർ പാർക്കിലേക്ക് വന്നിക്കാം. ഇവിടെ ചാർക്കോൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വന്നിക്കാം. അപ്പം നമ്മളെല്ലാം സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ നല്ല റഷ് ഉണ്ട്, കാറുകളൊക്കെ നമുക്ക് കാണാം, നല്ല റഷ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മുടെ ടീംസ് ഇവിടെ എല്ലാം റെഡിയാക്കുന്നുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ ചെസ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സുഖടോ അപ്പോൾ ചിക്കനും കാര്യങ്ങളൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പല ഫ്ലേവേഴ്സിൽ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ഒക്കെ ചെയ്തത് ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആ സമയം വിഷ്ണുചാണ്ടനും ചിന്നുചാണ്ടനൊക്കെ കൂടിയിട്ട് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള മറ്റേ ചാർക്കോൾ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ നല്ല കനൽ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് അത് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചിന്നുചാണ്ടനാണ് കേട്ടോ ഇതിൽ മെയിനായിട്ട് നിന്ന് പണിയെടുത്തു എന്ന് പറയാനായിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഗ്രില്ലൊക്കെ ചെയ്ത് കിട്ടിയിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെയാണ്. എനിക്ക് ചെറിയ ത്രോട്ട് പെയിനും കോൾഡും കാര്യങ്ങളൊക്കെ വന്നു, അതാണ് എൻ്റെ സൗണ്ട് ഇതുമാതിരി ഇരിക്കണത്. അപ്പോൾ ഞങ്ങൾ മാരിനേറ്റ് ചെയ്തുകൊണ്ട് ആണ് നിങ്ങൾ വിചാരിക്കരുത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചാർക്കോളൊക്കെ ഗ്രില്ലൊക്കെ ചെയ്തെടുത്തത് ചിക്കനൊക്കെ അടിപൊളിയായിരുന്നു, സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ മേടിക്കണ പോലെ തന്നെ അല്ലെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട്? എന്തോ പാർക്കിൽ പോണോ? പാർക്കിൽ പോട്ടാ. Thank you so much. Okay, bye. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ പിടിക്കുന്നത് ഡെസേർട്ട് സഫാരിയാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോകാനായിട്ട് നമ്മളുടെ കാർ ഇവിടെ തന്നെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആൾക്കാർ വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അവരുടെ കാറും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഒരു ഗൈഡ് പോലെ ഒരാൾ നമ്മളുടെ അടുത്തുണ്ടാവും. അപ്പോൾ ആളാണ് നമ്മളെ കൊണ്ടുപോകുക. അപ്പോൾ ആളാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുക. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഫുഡ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ സംഭവങ്ങൾക്കും നമ്മൾക്ക് ആളുടെ അടുത്ത് ചോദിക്കാം. എല്ലാ കാര്യങ്ങളും ആൾ ചെയ്തു കേട്ടോ.
നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് ഉള്ളിലേക്ക് പോകണം, അതായത് കുറച്ച് മണലാരണ്യത്തിലേക്ക് പോകണം. അപ്പോൾ അതിൽ ഇവിടെ നമ്മൾ ഈ വണ്ടിയാണ് എടുക്കുന്നത്. ഏത് വണ്ടിയാണെന്ന് ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മളൊരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു റൈഡ് പോവാണ്. അപ്പോൾ അതിൽ കൂടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോവാം. ശബ്ദം കേൾക്കുന്നില്ല. ഇതൊരു ട്രസ്റ്റ് അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല അതായത് നമ്മളുടെ പാക്കേജിൽ എന്തൊക്കെയാണോ ഉള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാമൽ റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാമൽ റൈഡ് കാര്യങ്ങൾക്കൊക്കെ വിശ്രാമൊക്കെ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കയറുന്നത് ഇത്തിരി പാടാണ്. അതിങ്ങനെ മുകളിലേക്ക് എണിക്കുമ്പോഴായാലും നമ്മൾ പെട്ടെന്നൊന്ന് പേടിക്കും. മീൻസ് അത്ര പേടിയില്ലെങ്കിലും വന്നാലും ചെറുതായിട്ടൊന്ന്. അപ്പോൾ നല്ല ഇതായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനെ കാണുമ്പോൾ നമുക്ക് പാവം തോന്നും. എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുക. പക്ഷെ എന്നാലും ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞങ്ങൾ കയറിയിരുന്നു. ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അതൊരു എക്സ്പീരിയൻസ് അല്ലേ. അതായത് ക്യാമൽ റൈഡ്, അതൊരു ഡെസേർട്ടിൻ്റെ നടുവിൽ കൂടെ നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തത് കയറിയത് ഈ ഒരു സംഭവമാണ്. സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നോക്കും നാടേ സ്വർഗം തന്നെ നീ. അങ്ങനെ നമ്മളുടെ ഡെസേർട്ടിലുള്ള കുറച്ച് സഫാരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോണേ. അപ്പോൾ ഫുഡ് കാര്യങ്ങളുടെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. എൻ്റെ ഫോൺ അപ്പോഴേക്ക് ഓഫായി പോയി. അപ്പോൾ അതിൽ കിട്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കാണാം. നമ്മൾ ഡെസേർട്ട് സഫാരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ റൂമിലോട്ട് പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ട്രാഫിക്കായിരുന്നു. കാരണം നാഷണൽ ഡേ ആയതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങി ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയ്ക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച്.